ഹൗസിൽ നമ്മുടെ ആര്യനും അനീഷും തമ്മിൽ മുട്ടനടി നടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആര്യൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം, വേസ്റ്റ് പാത്രം കഴുകാതെ അവിടെ ഇട്ടിരിക്കുകയാണ്. ഇത് അനീഷ് കയ്യോടെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആര്യൻ സമ്മതിക്കുന്നില്ല, അതെൻ്റെ പാത്രമല്ല എന്നാണ് പറയുന്നത്. അനീഷ് കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണിത്. അനീഷ് പറയുന്നുണ്ട് അത് നിൻ്റെ പാത്രം തന്നെയാണ്, കഴുകട കഴുകട എന്ന് പറഞ്ഞ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ അനീഷ്. ആര്യനെ കഴുകാതെ വേറെ ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ ആര്യനെ ട്രിഗർ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ്. കാരണം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ആര്യൻ ഇപ്പോൾ വായെടുത്ത നുണയല്ലാതെ വേറെ ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. ആര്യൻ കഴിച്ച പാത്രമാണത്, അത് കഴുകാതെ അവിടെ ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ ബിഗ് ബോസ് ഹൗസിൽ ഇത്ര പ്രേക്ഷകരൊക്കെ കാണുന്ന ഒരു സ്ഥലത്ത് ആണ് ആര്യൻ ഇങ്ങനെ പെരുമാറുന്നത്. അനീഷ് പിടിച്ച പിടിയാലെ ആര്യൻ്റെ പുറകെ തന്നെയാണ്. ആര്യനെ കൊണ്ട് ആ പാത്രം കഴുകി വയ്ക്കാതെ അനീഷ് അവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. പിടിച്ച പിടിയാലെ നീ അത് കഴുക് എന്ന് തന്നെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനീഷ് ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ പറയുമല്ലോ, ഉലാത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനീഷ്. അത്യാവശ്യം നല്ല റേസിങ്ങിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അനീഷ് അങ്ങനെ പറയുന്നത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് മേറ്റ്സ് ആരും തന്നെ ഇതിൽ ഇടപെടുന്നില്ല. കാരണം അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇതിൽ ആര്യൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അനീഷ് പറയുന്നത് 100% ശരിയാണെന്ന് എല്ലാ ഹൗസ് മേറ്റ്സിനും മനസ്സിലായിട്ടുണ്ട്. അവരതുകൊണ്ട് ആരും തന്നെ ഇതിൽ ഇടപെടുന്നില്ല കേട്ടോ. പിന്നെ അവനത് കഴുകി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഞാൻ കഴുകില്ല, നീ ആര് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻ ഈ ഒരു ദേഷ്യം മനസ്സിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആര്യൻ അനീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അനീഷിന് ആവശ്യമില്ലാത്ത ഭാഷകളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആര്യൻ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ വിളിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ സഭ്യമായ ഭാഷ സംസാരിക്കൂ എന്നൊക്കെ, മര്യാദയ്ക്ക് സംസാരിക്കുന്നു എന്നൊക്കെ നമ്മുടെ അനീഷ് ആര്യനോട് പറയുന്നുണ്ട്. ആര്യൻ ഒരു വേർഡ് യൂസ് ചെയ്തു, അതിനെ ചോദ്യം ചെയ്യുകയാണ് നമ്മുടെ അനീഷ്. നീ എന്നെ അങ്ങനെ വിളിച്ചു, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആര്യനത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ് തിരിച്ചു കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞു ഞാനത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഹൗസിലെ മെമ്പേഴ്സിനോട് ചോദിക്കുന്നുണ്ട്. അനീഷ പറയുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നൂറ സംസാരിച്ചു കേട്ടോ. നൂറ പറഞ്ഞു നീ അങ്ങനെ വിളിച്ചു ആര്യ, ഞങ്ങൾ കേട്ടതാണ് എന്ന്. അപ്പോൾ ആര്യനൊന്ന് അടങ്ങി. പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പ്ലേറ്റ് തിരിച്ച് വെച്ച് ഗെയിമിനെ വേറെ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കളി കൂടി നമ്മുടെ ആര്യനിപ്പോൾ ഉണ്ട്. അപ്പോൾ അതെന്തായാലും നൂറ പൊളിച്ച് കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നൂറ പറഞ്ഞു ഞാൻ കേട്ടു നീ വിളിക്കണതെന്ന്. എന്തായാലും ഇവിടെ നമ്മുടെ അനീഷ് ആര്യനെ മലർത്തി അടിച്ചിട്ടുണ്ട് കേട്ടോ വാക്കുകളിലൂടെ നമ്മുടെ അനീഷിനെ തോപ്പിക്കാൻ ആര്യനായിട്ടില്ല. കാരണം എന്ത് തെറ്റ് കണ്ടാലും അങ്ങേര് ചൂണ്ടി പറയും. അതാരുടെ മുഖമായാലും ഏത് ഒറ്റ സുഹൃത്തായാലും പറയാനുള്ള കാര്യം നമ്മുടെ അനീഷ് മുഖത്ത് നോക്കി തന്നെ പറയും. അതാണ് നമ്മുടെ അനീഷും മറ്റുള്ള കണ്ടസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അനീഷ് ഒരാളുടെ കുറ്റം മറ്റൊരു മത്സരാർത്ഥിയോട് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അനീഷ് പറയാനുള്ളത് അനീഷ് നേരിട്ട് മുഖത്ത് നോക്കി ചങ്കുറ്റത്തോടു കൂടി പറയുന്നതാണ് പതിവ് കേട്ടോ. ഇതുവരെയുള്ള ഒരു ട്രെൻഡ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അനീഷിനെ നമ്മുടെ ഒരു വീട്ടിലൊരു അംഗത്തെ പോലെ കാണാൻ പറ്റുന്നത്. എന്തായാലും നൂറ ഈ ഒരു കാര്യത്തിൽ നമ്മുടെ അനീഷിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. ആര്യൻ്റെ കൂടെ നിന്ന് മസ്താനിയും ഒപ്പം ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. മസ്താനിക്ക് പിന്നെ സ്ഥിരമുള്ളൊരു കാര്യമാണല്ലോ ഏതെങ്കിലും വഴക്കിൽ അതിനെ ഒന്ന് മുറിയിപ്പിക്കാനും അവസാനം അവിടെ ഒരു അടിയിൽ കലാശിക്കാനൊക്കെ നമ്മുടെ മസ്താനി ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അതെന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. എന്തായാലും അനീഷിന് പറയാനുള്ളത് അനീഷ് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ആര്യൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് കളിയാക്കലുകളൊക്കെ ഉണ്ട്. അത് പിന്നെ സ്ഥിരമാണല്ലോ. അവന് ജയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചേ മതിയാവും. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അതൊരു വലിയൊരു തല്ലിലാണ് ചെന്നെത്തിയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നുണ്ട്.
ഫിസിക്കൽ ഗെയിംസിലൊക്കെ നമ്മുടെ ആര്യൻ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള കുറച്ച് സംസാരങ്ങളിലും കോൺവെർസേഷനുകളിലൊക്കെ ഒട്ടും മെച്യൂരിറ്റി കാണിക്കാതെയാണ് നമ്മുടെ ആര്യൻ സംസാരിക്കുന്നത്. ആര്യൻ സംസാരിക്കുന്നത് എന്താണെന്ന് തന്നെ ആര്യന് തന്നെ ബോധ്യമില്ല. ഇപ്പം പറയുന്നതല്ല കുറച്ച് കഴിയുമ്പോൾ പറയാം, ഞാനങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സമർത്ഥിക്കാനുള്ള വളരെയധികം കഴിവുണ്ട് ആര്യന്. ഇതിൽ തന്നെ അനീഷിനെ അങ്ങനെ ഒരു വാക്ക് വിളിച്ചിട്ടില്ല, ഞാനിപ്പോൾ പറഞ്ഞു എന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. എന്നാൽ ഹൗസ് മേറ്റ്സ് പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും അത് തിരിച്ച് പറഞ്ഞത്. എന്തായാലും ആര്യൻ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ച് കളിക്കുകയാണെങ്കിലും ആര്യനും നല്ലൊരു പ്ലെയർ തന്നെയാണ് നമ്മുടെ ഹൗസിൽ. അപ്പോൾ അനീഷിൻ്റെ നല്ല നല്ല പെർഫോമൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മൾ കാണാത്ത കുറേ കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ് നമ്മുടെ അനീഷ്. അനീഷ് എന്തായാലും നമ്മുടെ ബിഗ് ബോസ് ഹൗസിനെ അടിപൊളിയായിട്ടാണ് കൊണ്ടുപോകുന്നത്. ലീഡ് കൊണ്ടുപോകുന്നത് നമ്മുടെ അനീഷാണെന്ന് ഹൗസിൽ. അനീഷിന് ഒരു ബെസ്റ്റ് ഫ്രണ്ടോ സൗഹൃദമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ വേണം പറയാൻ. കാരണം ഓരോ കണ്ടസ്റ്റൻ്റിൻ്റെ അടുത്തും ഒരേ രീതിയിലാണ് നമ്മുടെ അനീഷ് വന്ന നാൾ മുതൽ നിൽക്കുന്നത്. ഇതുവരെ ഒരു ഗ്രൂപ്പിലും നമ്മുടെ അനീഷ് പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ളൊരു അങ്ങനെയൊരു കാര്യം മനസ്സിൽ ചിന്തിച്ചിട്ടായിരിക്കണം നമ്മുടെ അനീഷ് ഹൗസിലെത്തിയിരിക്കുന്നത്. അതായത് ഡേ 1 മുതൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, ഒറ്റയ്ക്ക് നിന്ന് പൊരുതുക, കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനീഷ് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയെല്ലാം ഫോളോ ചെയ്യുന്ന ഒരേ ഒരു മത്സരാർത്ഥിയെ ആ ഹൗസിനുള്ളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകളിലേക്ക് ചായ്വുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക.